LICയുടെ മൂന്നാം പാദത്തിലെ സാമ്പത്തിക ലാഭ വിഹിതമായ 2441.44 കോടി രൂപ. നമസ്കാരം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത്. യുദ്ധം ആരംഭിച്ചിട്ട് 5 മാസം പിന്നിടുകയാണ്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മലയാളികൾ ഏറെ ആശങ്കപ്പെട്ടിരുന്നു. കാരണം നിരവധി മലയാളികളാണ് തൊഴിൽ തേടി ഇസ്രയേലിൽ എത്തിയിട്ടുള്ളത്. അവരുടെ ജീവൻ അപകടത്തിലാകുമോ എന്നതായിരുന്നു നമ്മുടെ ആശങ്ക. എന്നാൽ കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്ന നിലപാടാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ഇസ്രായേലിൽ നിന്നും ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കൊല്ലം സ്വദേശിയാണ് മരണപ്പെട്ടത്. അത് പക്ഷേ ഹമാസിൻ്റെ ആക്രമണത്തിൽ അല്ല, ലെബനൻ ആക്രമണത്തിൽ എന്നാണ് റിപ്പോർട്ട്. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പരിശോധിക്കാം പ്രധാന തലക്കെട്ടുകൾ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം കനക്കുന്നു. KSU വിദ്യാഭ്യാസ ബന്ദ് ഇന്ന്. പരീക്ഷകളെ ബാധിക്കില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് വി മുരളീധരന്റെ സത്യഗ്രഹം. 6 പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. സിദ്ധാർത്ഥനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 4 പേരെന്ന് പോലീസ്. കാശിനാഥൻ, സിൻജോ, അമൽ, അരുൺ എന്നിവർ ക്രൂരമായി മർദ്ദിച്ചു. 18 പ്രതികൾക്കെതിരെയും ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. സർവകലാശാലയ്ക്ക് 5 ദിവസത്തേക്ക് അവധി. അടിമാലി കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു. അറസ്റ്റിലായ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ജാമ്യം. സംസ്ഥാന വ്യാപക സമരത്തിന് കോൺഗ്രസ്. ഇന്ദിരയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചേക്കും. കനത്ത ജാഗ്രതയിൽ പോലീസ്. ശമ്പളം ലഭിച്ചിട്ടും സർക്കാർ ജീവനക്കാർ പ്രതിസന്ധിയിൽ. പണം പിൻവലിക്കുന്നതിൽ നിയന്ത്രണം തുടരും. അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് ശമ്പളം ലഭിക്കും. ഇസ്രയേലിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശിയുടെ മരണം ലെബനൻ ആക്രമണത്തിൽ. 2 മലയാളികളടക്കം 7 പേർക്ക് പരിക്ക്. വെടിനിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം തള്ളി ഇസ്രയേൽ. ഗാസയിൽ ആക്രമണം തുടരുന്നു. 24 മണിക്കൂറിനിടെ 124 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ. പാകിസ്ഥാനിൽ മഴക്കെടുതി തുടരുന്നു. മരണം 36 ഉയർന്നു. കാരക്കോറം ഹൈവേ അടച്ചു. ഹൈക്കമാൻഡുമായി അന്തിമ ചർച്ച. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഡൽഹിയിൽ. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നീക്കം. പ്രചാരണം ഊർജിതമാക്കി BJP. രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് സ്വീകരണമൊരുക്കി പ്രവർത്തകർ. തൃശൂർ നഗരത്തിൽ ഇളക്കിമറിച്ച് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. മോദിക്ക് കുടുംബമില്ലെന്ന ലാലു പ്രസാദ് യാദവിന്റെ വിമർശനം പ്രചാരണ ആയുധമാക്കി BJP. മോദി കാ പരിവാർ എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ. രാജ്യത്തെ 140 കോടി ജനങ്ങൾ തന്റെ കുടുംബമെന്ന് മോദി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്ഘാടന തിരക്കിൽ പ്രധാനമന്ത്രി. 10 ദിവസത്തിനുള്ളിൽ 12 സംസ്ഥാനങ്ങളിൽ മോദിയുടെ സന്ദർശനം. ഇന്ന് തെലങ്കാനയിൽ 6800 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. NDAയിലെത്തിയതോടെ അജിത് പവാറിനെതിരായ കേസ് അവസാനിക്കുന്നു. മഹാരാഷ്ട്ര സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ക്ലീൻ ചിറ്റ്. കേസ് അവസാനിപ്പിക്കാൻ അനുമതി തേടി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. ഭാരത് ജോഡോ ന്യായ് യാത്ര മധ്യപ്രദേശിൽ പര്യടനം തുടരുന്നു. ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി ദർശനം നടത്തും. സംസ്ഥാനത്ത് 37 ഡിഗ്രി വരെ ചൂട് ഉയരും. 6 ജില്ലകളിൽ മുന്നറിയിപ്പ്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും ചൂട് കൂടും.
പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ്. തട്ടിക്കൊണ്ടുപോയിടത്തും ഉപേക്ഷിച്ചെടുത്തും തെളിവെടുപ്പ്. പ്രതി ഹസൻകുട്ടി 20ഓളം കേസിൽ പ്രതി. വാർത്താരംഭം ആദ്യം ഇസ്രയേലിൽ നിന്നുള്ള ആ ദുഃഖവാർത്തയിലേക്കാണ്. ഇസ്രയേലിൽ മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. കൊല്ലം സ്വദേശിയാണ് മരിച്ചത്. ലെബനൻ ആക്രമണത്തിൽ ആണ് കൊല്ലം സ്വദേശി മരിച്ചത് എന്നുള്ളതാണ് വിവരം. 2 മലയാളികൾ അടക്കം 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രനാണ്. രഞ്ജിത്ത്, എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ഈ കൊല്ലത്തെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, നമുക്കറിയാം കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുണ്ട് ഇസ്രായേലിൽ. കൂടുതലും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇസ്രായേലിലുള്ള മലയാളികൾ എന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കാർഷിക മേഖലയിൽ ലീലി ഫിംഗറിൽ മോഷാവ് എന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന മലയാളിയായ കൊല്ലം സ്വദേശിയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. നിബിൻ മാക്സ്വെൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നാട്ടിൽ ഇതിനകം ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചു കഴിഞ്ഞു. കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരം ലഭിച്ചു കഴിഞ്ഞു. ഇവരടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ 2 പേർ മലയാളികൾ എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഈ 7 പേരിൽ ഒരാളുടെ നില കൂടി ഗുരുതരമാണ്. അതിൽ മലയാളി ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വിവരം. നമുക്കറിയാം നേരത്തെ 2 വർഷങ്ങൾക്ക് മുൻപ് അഷ്കലോണിൽ ഹമാസ് നടത്തിയ ഒരു ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. അവിടെ മലയാളി യുവതിക്ക്, അതായത് ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ട വാർത്ത മലയാളി ഏറ്റവും ദുഃഖത്തോടു കൂടിയാണ് കേട്ടത്, ആശങ്കയോടെയാണ് കേട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇതിൻ്റെ ഒരു കൂടുതൽ ആളുകൾ ആരെങ്കിലും ഈ ആക്രമണത്തിൽ ഇവർക്ക് ഗുരുതരമായ പരിക്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ട സാഹചര്യം കൂടിയുണ്ട്. 5ാം മാസത്തിലേക്ക് ഇപ്പോഴും യുദ്ധം കടക്കുമ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അറുതിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹായധനങ്ങൾ നിറച്ച ട്രക്കിന് നേരെ അടക്കം ആക്രമണം ഉണ്ടായത് സമീപ ദിവസങ്ങളിലാണ്. 104 പലസ്തീൻകാർ കൊല്ലപ്പെട്ടൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം ഇസ്രായേലിൽ പോലും എത്രത്തോളമുണ്ട്. ഈ അയൺ ഡോം എന്നൊക്കെ ഇസ്രായേലിൽ വലിയ വീരവാദം മുഴക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെ പോലും ഭേദിച്ചുള്ള ആക്രമണ സംഭവങ്ങൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. യുദ്ധം ഇപ്പോഴും രക്തരൂക്ഷിതമായി തുടരുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. നിരവധി പലസ്തീൻകാർ കൊല്ലപ്പെട്ട പശ്ചാത്തലം ദുഃഖത്തോടു കൂടിയാണ് കേൾക്കുന്നത്. സാധാരണക്കാർ, നിരപരാധികളായ ഒരുപാട് ആളുകൾ പട്ടിണി കിടന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മരിക്കുന്ന പശ്ചാത്തലം അവിടെയുണ്ട്. അവിടെയാണ് മലയാളിക്ക് കൂടി ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ, അവിടെ ജോലി ചെയ്യുന്ന മലയാളിക്ക് കൂടി ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരമുള്ള സംഭവങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇത് ഏതായാലും ഹമാസുകൾ ബന്ദികളാക്കിയ ആളുകൾ പോലും ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലുണ്ട്. ഏതാണ്ട് 250ഓളം പേരിൽ എത്ര പേർ ജീവനോടെ ബാക്കിയുണ്ട് എന്ന സംശയമൊക്കെ ഇപ്പോഴും ഉയരുന്ന പശ്ചാത്തലം ഉണ്ട്. 120ഓളം പേരെ മോചിപ്പിച്ചിരുന്നു. 130 പേരിൽ 31ഓളം ആളുകൾ ഇസ്രായേലിൻ്റെ തന്നെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ ഹമാസ് പുറത്തുവിട്ട സാഹചര്യമുണ്ട്. ഏതായാലും ആശങ്കാജനകമായ സാഹചര്യം ഇസ്രായേലിൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഈ മൃതദേഹമടക്കം നാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി വരികയാണ്. കൊല്ലം MP NK പ്രേമേന്ദ്രൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും ആശങ്കാജനകമാണ് ഇസ്രായേലിലെ സാഹചര്യം. അഭിലാഷ്, തീർച്ചയായും ആശങ്കാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേലിൽ ഹമാസുമായി ബന്ധപ്പെട്ട ആക്രമണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ലെബനനിൽ നിന്നുള്ള ആക്രമണം തുടരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഈ കൊല്ലം സ്വദേശിയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം MP-യുടെ ഇടപെടൽ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. എംബസി മുഖാന്തിരം മാത്രമായിരിക്കും മൃതദേഹം അടക്കം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതിന് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. അതേസമയം തന്നെ ഈ വാർത്തയോട് ചേർത്ത് വെക്കേണ്ട ഒന്ന്, ഗാസയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെന്നി ഗസ്റ്റഡുമായി US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ഇസ്രായേലിൻ്റെ നിലപാടുകൾ വിഘാതം ആകുന്നതിൽ അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഈ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കണം എന്ന് കമല ഹാരിസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യമെല്ലാം തള്ളുന്ന സാഹചര്യമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണം തുടർന്നു എന്നാണ് അറിയുന്നത്. ഇതിൽ 124 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പലസ്തീൻ വ്യക്തമാക്കിയിട്ടുള്ളത്.
ഇന്റർനാഷണൽ തലത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ കനത്ത മഴ തുടരുകയാണ് എന്നുള്ളതാണ്. ഇന്നലെയും വാർത്താരംഭത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ അത് മരണസംഖ്യ ഉയർന്നു എന്നുള്ളതാണ്. ഇന്നലെ 29 മരണം ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് 36ലേക്ക് ഉയർന്നിട്ടുണ്ട്. നിരവധി വീടുകൾ തകർന്നതായാണ് റിപ്പോർട്ട്. മണ്ണിടിച്ചിൽ ആണ് വലിയ തോതിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രധാനപ്പെട്ട ഹൈവേകൾ അടക്കം പാകിസ്ഥാനിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളെ വലിയ തോതിൽ ദുരിതത്തിലാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പുതിയ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഇപ്പോൾ മാറിയിട്ടുള്ളത് ഈ കനത്ത മഴയാണ്. വാർത്താരംഭം കേരളത്തിലെ വാർത്തകളിലേക്ക് എത്തുകയാണ്. അടിമാലിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാണ്. MLA-മാരായ മാത്യു കുഴനാടനും എൽദോസ് കുന്നപ്പിള്ളിലും കോതമംഗലത്ത് അനിശ്ചിതകാല നിരാഹാര ഉപവാസ സമരം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് സമരപ്പന്തലിൽ എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. മാത്യു കുഴനാടനെ രാത്രി 10:30യോടെ സമരപ്പന്തലിൽ നിന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ സമീപത്തെ കടയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ മാത്യു കുഴനാടനും എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനും പിന്നീട് ഇടക്കാല ജാമ്യം ലഭിച്ച സാഹചര്യമുണ്ട്. കോൺഗ്രസിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇവരെ ഇടക്കാല ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഇടക്കാല ജാമ്യമായതുകൊണ്ട് തന്നെ വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യം ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനിടെ മൃതദേഹം പ്രതിഷേധത്തിന് കൊണ്ടുപോയത് കുടുംബത്തിന്റെ അനുമതിയോടെ അല്ല എന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല എന്നും കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് പ്രതികരിച്ചു. മൃതദേഹം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടിയെന്നും സുരേഷ് പറയുന്നു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തെ അനാദരിച്ചുവെന്ന പരാതിയില്ല എന്നാണ് ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണൻ പറയുന്നത്. ഭർത്താവിൻ്റെയും മകളുടെയും അനുമതിയോടെയാണ് പ്രതിഷേധിച്ചത് എന്നാണ് മാത്യു കുഴനാടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്കറിയാം ഈ വയനാട്ടിലെ അജീഷിന്റെ മരണം അതായിരുന്നു ഈ കാട്ടാന ആക്രമണത്തിൽ വലിയ തോതിൽ വാർത്തയിൽ നിറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ തുടർച്ചയായി മരണങ്ങൾ ഉണ്ടാകുന്നു. അടിമാലിയിലും വലിയ തോതിലുള്ള പ്രതിഷേധമാണല്ലോ നടക്കുന്നത്. ഇന്നത്തെ സാഹചര്യം എന്താണ്? അഭിലാഷ്, ഇന്നത്തെ സാഹചര്യം നോക്കിക്കാണുകയാണെങ്കിൽ എൽദോസ് കുന്നംപള്ളിയിലും മാത്യു കുഴൽനാടനും ഉപവാസ സമരം തുടരുകയാണ്. ഇന്നലെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സമരത്തെ തുടർന്ന് പ്രതിഷേധത്തെ തുടർന്ന് മാത്യു കുഴൽനാടനെ എൽദോസ് കുന്നംപള്ളിയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഇവരെ എറണാകുളം സബ് കോടതിയിൽ ഹാജരാക്കുകയും സബ് കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇന്ന് 11 മണിയോടെ വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. മൃതദേഹം ആശുപത്രിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. ഈ കേസിൽ ഡീൻ കുര്യാക്കോസ് MPക്കെതിരെയും മാത്യു കുഴൽനാടനെതിരെയും അല്ലെങ്കിൽ മാത്യു കുഴൽനാടനെയും ഡീൻ കുര്യാക്കോസ് MPയെയും ഉൾപ്പെടെ 16 പേർക്കെതിരെ ഈ കേസും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. വീട്ടുമുറ്റത്തിരുന്ന ഒരു സ്ത്രീയെ അവരുടെ കൃഷിയിടത്തിൽ വീട്ടിനുള്ളിലേക്ക് കാട്ടാന കയറി വന്നു എന്നുള്ളത് കേരളത്തെ ആകെ എന്താണ് മലയോര കർഷകർക്കുള്ള സുരക്ഷ എന്താണ് എന്നുള്ള ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ, കോൺഗ്രസ് മാത്രമല്ല കുടുംബവും പ്രതിഷേധത്തിന് തയ്യാറായി. ഭർത്താവിൻ്റെയും മകളുടെയും ആവശ്യപ്രകാരമാണ് പ്രതിഷേധം തുടർന്നതെന്നാണ് കോൺഗ്രസ്സുകാരുടെ വിശദീകരണം. അതേസമയം സഹോദരൻ പറയുന്നത് മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടി പോലീസും ഇന്നലെ ഉണ്ടായ സംഭവം നോക്കിക്കാണുകയാണെങ്കിൽ സമരപ്പന്തലിൽ കയറി പോലീസ് സമരക്കാരെ ആക്രമിക്കുന്നു.
അവരുടെ കയ്യിൽ നിന്നും മൃതദേഹം പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ഈ മൃതദേഹം അടങ്ങിയ ഫ്രീസർ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ മൃതദേഹം വിട്ടുകിട്ടാൻ തങ്ങൾ ആവശ്യപ്പെട്ടുവെന്ന് ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് മീഡിയ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതേസമയം ഭർത്താവ് രാമകൃഷ്ണൻ പറയുന്നത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ്. മാത്യു കുഴൽനാടൻ പറയുന്നത് ഭർത്താവ് രാമകൃഷ്ണനും മകളും ആവശ്യപ്പെട്ടിട്ടാണ് ഈ പ്രതിഷേധം തുടങ്ങി വെച്ചത് എന്ന് തന്നെയാണ്. എന്നിരുന്നാലും കുടുംബം ആവശ്യപ്പെട്ടിട്ടല്ലെങ്കിലും ഒരു ജനതയുടെ മുന്നിൽ ഭീതിയായി മാറി. ഇപ്പോൾ ഒരു ഇലയനക്കം പോലും വന്യജീവികളാണോ എന്നുള്ള തരത്തിലേക്ക് ഭീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മൾ വയനാട് മുതൽ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം എന്ത് സുരക്ഷയാണ് ഇവർക്ക് മുന്നിലുള്ളത്? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്ത് സുരക്ഷയാണ്, എന്ത് മുൻകരുതലാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ, അല്ലെങ്കിൽ നാട്ടിലിറങ്ങിയാൽ അവർക്ക് അതിനെ തടയാനുള്ള എന്ത് സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാക്കാതിരിക്കാൻ, ഈ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാൻ വേണ്ടി തങ്ങൾ ഇടപെട്ടു എന്ന് കുടുംബം പറയുന്നുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസ് ഈ പ്രശ്നം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയിലും മാത്യു കുഴൽനാടനും ഉപവാസ സമരം തുടരുന്നത്. ആ ഉപവാസ സമരം ഇന്നും തുടരുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പലരും ഇന്ന് തന്നെ സമരപന്തലിൽ എത്തുമെന്നാണ് അറിയുന്നത്. ഇന്ന് 10 മണിയോടെ ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അഭിലാഷ്, തീർച്ചയായും ഇന്നത്തെ വാർത്താ ശ്രദ്ധ അടിമാലിയിൽ തന്നെയാകും എന്നാണ് ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടിംഗിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് ഇടുക്കി മാങ്കുളത്ത് ജനകീയ സമരസമിതിയുടെ തുടർ സമരത്തിന് തുടക്കമായി എന്നുള്ളതാണ്. വന്യജീവി ശല്യം നിയന്ത്രിക്കുക, മാങ്കുളം DFOയ്ക്കെതിരെ നടപടിയെടുക്കുക, ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാങ്കുളം DFO ഓഫീസിന് മുമ്പിൽ ആണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ളത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 4 പേരെന്ന് പോലീസ്. RS കാശിനാഥൻ, സിൻജോ ജോൺസൺ, അമൽ ഇസാൻ, K അരുൺ എന്നിവരാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാണ്. കോൺഗ്രസ് പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം തുടരുകയാണ്. കേന്ദ്രമന്ത്രി V മുരളീധരൻ നെടുമങ്ങാട് നിരാഹാര സമരം ഇരിക്കും. സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ പരീക്ഷകളെ അടക്കം ഇത് ബാധിച്ചിട്ടില്ല. പൂക്കോട് ക്യാമ്പസിലേക്ക് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ചും ഉണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് തോട്ടുങ്കരയും ഒപ്പം ഡാൻ കുര്യനുമാണ് ചേരുന്നത്. ആദ്യം ജിൻസിലേക്ക്. ജിൻസ്, ഈ പോലീസിന്റെ അന്വേഷണം ആണല്ലോ ഇതിൽ പ്രധാനപ്പെട്ടത്. എന്തൊക്കെ പ്രതിഷേധങ്ങൾ നടന്നാലും ഈ കേസ് അന്വേഷിക്കുന്നത് പോലീസാണ്. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് 4 പേർ ആണ് അതിക്രൂരമായി മർദ്ദിച്ചത് എന്നാണല്ലോ. ഏത് തരത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? അഭിലാഷ്, നേരത്തെ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യലിലാണ് ഈ മരിച്ച സിദ്ധാർത്ഥിനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 4 പേരാണെന്ന് പോലീസ് കണ്ടെത്തിയത്. കൊല്ലം സ്വദേശികളായ RS കാശിനാഥൻ, അതുപോലെ തന്നെ സിൻജോ ജോൺസൺ, മാനന്തവാടി ക്ലബ്ബ് സ്വദേശി അമൽ ഇഹാൻ, പിന്നെ അതുപോലെ തന്നെ മാനന്തവാടി കണിയാനം സ്വദേശി അരുൺ എന്നിവരാണ് ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത്. പ്രതികളെ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിലും അതുപോലെ തന്നെ ഈ മർദ്ദനത്തിന് ഇടയാക്കിയ കുന്നിൻ മുകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ പ്രതികളെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനമുള്ളത്. അതേസമയം തന്നെ ഈ പ്രതികളിൽ ചിലർ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു നീക്കം കൂടി പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കണം എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 18 പ്രതികൾക്കുമെതിരെ ഇന്നലെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ വെറ്റിനറി സർവകലാശാലയിലേക്ക് KSU അതുപോലെ തന്നെ MSF പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ഈ സംഭവത്തിലും പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് UDF പ്രതിഷേധ ദിനവും ജില്ലയിൽ ആചരിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. അഭിലാഷ്, സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത പശ്ചാത്തലമുണ്ട്. യുവജന സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഉണ്ട്. ഇന്നിപ്പോൾ
ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി സമരം ചെയ്യുകയാണ്, സത്യഗ്രഹം നടത്തുകയാണ്. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഉയരുകയാണ്. സർക്കാർ ഏജൻസി, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസി അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ ശരിയാവില്ല, CBI അന്വേഷണം എന്ന ആവശ്യമാണല്ലോ ഇവരെല്ലാം ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം തുടരുന്ന സമരപന്തലിലാണ്. ഇവിടെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജെബി മേത്തർ, രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, ഇന്നലെ ഉച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്ത നിരാഹാര സമരമാണ് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതായത് അന്വേഷണം CBIക്ക് കൈമാറണം, സംസ്ഥാനത്തെ മുഴുവൻ ഹോസ്റ്റലുകളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണം, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടരുന്ന നിരാഹാര സമരമാണ് ഈ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമായി മാറുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഇന്നും ഈ സമരപന്തലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. അലോഷ്യസ് സേവ്യർ നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ മുഴുവൻ ഒരു വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പരീക്ഷകൾ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പരീക്ഷകളെ ബാധിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ഈ സമരം? അല്ല, പരീക്ഷകളെ പൂർണ്ണമായ തരത്തിൽ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്താകമാന വിദ്യാഭ്യാസ ബന്ദ് നമ്മൾ പ്രഖ്യാപിച്ചത്. അതിന്റെ സാഹചര്യവും നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇന്നലെ വെറ്റിനറി സർവകലാശാലയിലേക്ക് 10,000 വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന KSU കമ്മിറ്റിയുടെ ബഹുജന മാർച്ച് നടക്കുമ്പോൾ യാതൊരു പ്രകോപനം കൂടാതെ മാർച്ച് കിടന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് അതിന് അതിക്രൂരമായിട്ട് നിഷ്ഠൂരമായ രീതിയിലേക്ക് തന്നെ മർദ്ദിക്കുന്ന ഒരു സമീപനമുണ്ടായി. അത് ഈ സമരങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ്, സമരങ്ങളെ വെല്ലുവിളിക്കാനുള്ള സർക്കാരിന്റെ ഒരു വ്യഗ്രതയാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ സംസ്ഥാനത്താകമായ വിദ്യാഭ്യാസ ബന്ദിന് പ്രഖ്യാപിച്ചതും. ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ജില്ലാ KSU കമ്മിറ്റി കടന്നു വരുന്നുണ്ട്. ഈ നിരാഹാര സമരമായി ഞങ്ങൾ 3 പേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. സമരത്തിന്റെ തീവ്രത കൂട്ടിക്കൊണ്ട് വലിയ ഗൗരവത്തോടുകൂടി വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. എന്തായാലും രാവിലെ 11 മണിക്കാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് വലിയ സുരക്ഷയായിരിക്കും സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങളിലെല്ലാം പോലീസ് ഒരുക്കുക. കാരണം വൈകാരികമായ തരത്തിലേക്ക് പ്രതിഷേധം മാറാനുള്ള സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ MG റോഡിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ കവാടങ്ങളിലും ഒരുക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പമാണ് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്രമന്ത്രി V മുരളീധരൻ, അദ്ദേഹം 11:45 മുതലായിരിക്കും നെടുമങ്ങാട് നിരാഹാര സമരം അനുഷ്ഠിക്കുക. ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് BJPയും രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മൌനം വെടിയണം, മുഖ്യമന്ത്രിക്ക് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് അറിയാം, അതുകൊണ്ടാണ് അദ്ദേഹം മൌനം തുടരുന്നത് എന്ന ആക്ഷേപമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചത്. എന്തായാലും പ്രതിപക്ഷ കക്ഷികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വ്യാപകമായ പ്രചാരണ വിഷയമാക്കി സിദ്ധാർത്ഥിന്റെ മരണവും തുടർന്നുണ്ടായ വിവാദങ്ങളും മാറ്റുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അവരാണ് ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡാൻ ഇപ്പോൾ ആ സമരപ്പന്തലിൽ ആണ് ഉള്ളത്. ഡാൻ, അതിന് തൊട്ടു ചേർന്ന് മറ്റൊരു പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. അത് സർക്കാർ ജീവനക്കാരുടെ പ്രതിഷേധമാണ്. ടെക്നിക്കലി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നറിയാം, എങ്കിൽ പോലും ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിൻവലിക്കുന്നതിലെ നിയന്ത്രണം ഇന്നും തുടരുകയാണല്ലോ. അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആണ് ഇന്ന് ശമ്പളം ലഭിക്കുന്നത്. ഇന്നലെ പോലീസ്, എക്സൈസ്, റവന്യൂ, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചു. പക്ഷേ അവർക്ക് പണം പിൻവലിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട് എന്നുള്ളതാണല്ലോ റിപ്പോർട്ട്. അവിടെയും സാങ്കേതികമായ പരിമിതികളുണ്ട്. ഞാൻ ഇവിടേക്ക് വരുന്ന വഴിയിൽ ഇവിടെ സുരക്ഷാ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പറഞ്ഞത് എയർ ക്യാമ്പിലുള്ള പോലീസുകാർക്ക് മാത്രമാണ് ഇന്നലെ ശമ്പളം ലഭിച്ചത്. ഇന്ന് 5-ാം തീയതിയായി ഞങ്ങൾക്ക് ശമ്പളം കയ്യിൽ കിട്ടിയിട്ടില്ലെന്നാണ് അവർ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്നതിനിടയിൽ അനുഭവം വിവരിച്ചതാണ്. സമാനമായ സാഹചര്യമാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥർക്കുള്ളത്. അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലമുണ്ടായ സാങ്കേതികമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ ശമ്പളം ഇങ്ങനെ കൃത്യമായി കൊടുക്കുന്നതിൽ ഒരു കാലതാമസം വരുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. നിയന്ത്രണങ്ങളോടെ ശമ്പളം വിതരണം ചെയ്ത് തുടങ്ങുമെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് കൈപ്പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും ഇന്നുകൊണ്ട് കുറച്ചധികം ആളുകൾക്ക് കൂടി ശമ്പളം കൈപ്പറ്റാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരിക്കും. പക്ഷേ പൂർണ്ണ തോതിൽ ശമ്പളം നൽകുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിക്ക് നടുവിൽ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്നതിൽ സംശയങ്ങൾ ഉണരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുന്നതും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം പ്രതിസന്ധികൾ സർക്കാരിന് വലിയ തോതിൽ
വെല്ലുവിളിയാകും എന്നതിൽ തർക്കമില്ല. അതേസമയം പ്രധാനമന്ത്രിയാകട്ടെ അടുത്ത 10 ദിവസത്തിനകം 12 സംസ്ഥാനങ്ങളിൽ ആണ് സന്ദർശനം നടത്താൻ പോകുന്നത്. അങ്ങനെ ഉദ്ഘാടനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ആ വാർത്തയും പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. നിർമ്മല സീതാരാമന് കൈമാറി. LIC ചെയർപേഴ്സൺ സിദ്ധാർത്ഥ് മോഹന്തിയാണ് ചെക്ക് കൈമാറിയത്. ഗാന്ധിനഗർ ഗിഫ്റ്റ് സിറ്റിയിൽ ആരംഭിച്ച LICയുടെ അന്താരാഷ്ട്ര ബിസിനസ് സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നിർവഹിച്ചു. അടിമാലി കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധം തുടരുന്നു. അറസ്റ്റിലായ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ജാമ്യം. സമരം തുടരുമെന്ന് നേതാക്കൾ. ഇന്ദിരയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചേക്കും. കനത്ത ജാഗ്രതയിൽ പോലീസ്. വന്യജീവി ആക്രമണത്തിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം കടുപ്പിക്കുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം. മാങ്കുളം DFO ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല റിലേ സമരം നടത്തും. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 4 പേരാണെന്ന് പോലീസ്. കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ പ്രതികളെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം വെറ്റിനറി സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയ KSU MSF പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് ജില്ലയിൽ പ്രതിഷേധ ദിനം ആചരിക്കും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടന വാർത്താരംഭം തുടരുകയാണ്. ഇനി പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളാണ് പരിശോധിക്കുന്നത്. നരേന്ദ്രമോദിക്ക് കുടുംബം ഇല്ല എന്ന ലാലു പ്രസാദ് യാദവിന്റെ വിമർശനം പ്രചാരണ ആയുധമാക്കി BJP. മോദി കാ പരിവാർ എന്ന പേരിൽ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ BJP പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞത്. രാജ്യത്തെ 140 കോടി ജനങ്ങൾ തന്റെ കുടുംബമാണ് എന്ന് മോദിയും മറുപടി നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷാണ് ഇപ്പോൾ ചേരുന്നത്. രാകേഷ്, പുതിയ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് മോദി കാ പരിവാർ. ഇതിനു മുമ്പ് നമുക്കറിയാം ചൗക്കീദാർ ചോർഹെ എന്ന പരാമർശം അത് മറ്റൊരു ക്യാമ്പയിനാക്കി മാറ്റുന്നു. ചായ്വാല പോലെയുള്ള പരാമർശം ക്യാമ്പയിനാക്കി മാറ്റുന്നു. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാചകം. ഈ വോട്ടിലൂടെ വളർന്ന ഇന്ത്യ എന്ന പുസ്തകം അടുത്ത ദിവസം പ്രകാശനത്തിനൊരുങ്ങുകയാണല്ലോ. ER ആണല്ലോ ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതിലും ഈ തെരഞ്ഞെടുപ്പ് ചരിത്രമാണല്ലോ പറയുന്നത്. രസകരമായ ഉള്ളടക്കം കൂടിയുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല. അപ്പോൾ ഇത്തരം മുദ്രാവാക്യങ്ങളെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ അടക്കം എന്നതൊക്കെ ആ പുസ്തകത്തിൽ കണ്ടന്റായി വരുന്നുണ്ടോ? ഒപ്പം ഈ മുദ്രാവാക്യത്തെ എങ്ങനെ ആയിരിക്കും BJP പ്രയോജനപ്പെടുത്താൻ പോകുന്നത്? അഭിലാഷ്, തീർച്ചയായും പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടാകുന്ന ഓരോ വാക്കുകളും ആയുധമാക്കുകയാണ് BJP. കാരണം 2014 മണിശങ്കരയ്യരുടെ ഒരു പരാമർശമാണ് പിന്നീട് ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലുടനീളം BJP ആയുധമാക്കിയത്. അതായത് ചായക്കടക്കാരന് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്നാണ് അന്ന് മണിശങ്കരയ്യർ പറഞ്ഞത്. അത് പിന്നീട് രാജ്യത്തുടനീളം ഇത്തരത്തിൽ ചായ്പേ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് അതൊരു വലിയ പ്രചാരണ ആയുധമാക്കി BJP മാറ്റിയത്. കഴിഞ്ഞ തവണ 2019 എത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതലായി ഉന്നയിച്ചിരുന്ന കാര്യം ചൗക്കീദാർ ചോർഹെ എന്ന മുദ്രാവാക്യമായിരുന്നു. അത് പിന്നീട് ചൗക്കീദാർ എന്ന, അതായത് കാവൽക്കാരൻ, രാജ്യത്തിൻ്റെ കാവൽക്കാരൻ എന്ന രീതിയിൽ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും അത് ഒരു ക്യാമ്പയിനായി ഏറ്റെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ചോർഹെ മുദ്രാവാക്യം അത് 89 രാജീവ് ഗാന്ധിക്കെതിരെ ഉയർന്ന മുദ്രാവാക്യമാണ് BP സിംഗിൻ്റെ കാലത്ത്. അതാണ് പിന്നീട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തത്. ഏതായാലും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം പാട്നയിൽ നടന്ന പ്രതിപക്ഷ റാലിക്കിടെയാണ് ഇത്തരത്തിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തുനിന്നൊരു പരാമർശമുണ്ടായത്. അതായത് പ്രധാനമന്ത്രിക്ക് കുടുംബമില്ല എന്ന പരാമർശമാണ് ലാലു പ്രസാദ് യാദവ് നടത്തിയത്. ഏതായാലും അതിപ്പോൾ BJP ആയുധമാക്കുകയാണ്, പ്രചാരണ വിഷയമാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം തന്നെ ട്വിറ്റർ ഹാൻഡിലിൽ
മോദി കി പരിവാർ എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മോദിയുടെ കുടുംബം എന്ന രീതിയിൽ വലിയ പ്രചാരണ പരിപാടികൾക്ക് ഇപ്പോൾ BJP തുടക്കമിട്ടിരിക്കുന്നു. അമിത്ഷാ ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് തുടങ്ങി കേന്ദ്രമന്ത്രിമാരുടെയും ഒപ്പം BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെയും ഒക്കെ ട്വിറ്റർ ഹാൻഡിലിൽ ഇതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, മോദി കി പരിവാർ എന്നാണ്. പ്രധാനമന്ത്രി തന്നെ ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ റാലി ഉണ്ടായിരുന്നു. ആ റാലിയിൽ പറഞ്ഞത് 140 കോടി വരുന്ന ഇന്ത്യൻ ജനത തൻ്റെ കുടുംബമാണെന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ക്യാമ്പയിനായി മാറ്റുകയാണ് BJP. ഇത്തരത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ വാക്കും ആയുധമാക്കിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അത് 2014-ലായാലും 2019-ലായാലും ഇപ്പോൾ 2024-ലെ തെരഞ്ഞെടുപ്പായാലും. അഭിലാഷ്, റൈറ്റ്, അതാണ് ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളും കൃത്യമായി അജണ്ടയാക്കി മാറ്റാൻ, എതിരാളികളുടെ ശബ്ദങ്ങളെ അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു തന്ത്രം BJP ഇതിനു മുമ്പ് പയറ്റി തുടങ്ങിയതാണ്. അതിൻ്റെ ചരിത്രം കൂടിയാണ് ER രാഗേഷ് പറഞ്ഞു വെച്ചത്. ഒപ്പം ഇത്തരം വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ച വ്യക്തി രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇപ്പോൾ മധ്യപ്രദേശിലാണ് പര്യടനം തുടരുന്നത്. ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ദർശനം നടത്തുകയും ചെയ്യും. ER രാഗേഷ് വീണ്ടും ചേരുന്നുണ്ട്. രാഗേഷ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യായയാത്രയിൽ കുറച്ചുകൂടി കരുതലൊക്കെ ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്ന് തോന്നുന്നു. ഒപ്പം ഈ ക്ഷേത്ര ദർശനം അതും ചർച്ചയായി മാറുമല്ലോ. ഇതിനു മുമ്പ് തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. ഹിന്ദുത്വ അജണ്ട എന്നത് BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ മൃദു ഹിന്ദുത്വ അജണ്ടയാണ് കോൺഗ്രസിനെ എന്ന വിമർശനം ഉയരുന്നു. പക്ഷേ അപ്പോഴും ക്ഷേത്ര ദർശനങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല കോൺഗ്രസിന്. അഭിലാഷ്, ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് 52-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ ഏതായാലും വിവിധ സംസ്ഥാനങ്ങൾ കടന്ന് യാത്ര ഇപ്പോൾ മധ്യപ്രദേശിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഏതായാലും 8:30-ക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പദയാത്രയാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ക്ഷേത്ര ദർശനം 2 മണിക്കാണ്. ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് 2 മണിക്കാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ മൃദു ഹിന്ദുത്വം, പ്രത്യേകിച്ച് കേരളത്തിലടക്കം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ CPM ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണവും അതുതന്നെയാണ്. പക്ഷേ അതിനൊന്നും ഒരു മാറ്റവുമില്ല. അതിപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരുന്നു, വിവിധ മഠങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. മാത്രവുമല്ല ഈ യാത്രയുടെ ഭാഗമായി തന്നെ അസമിലൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ രാഹുൽ ഗാന്ധി ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിലാണ്. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിൽ വിവരങ്ങൾ നൽകാൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ നൽകണമെന്ന് നേരത്തെ സുപ്രീം കോടതി SBIക്ക് ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. പക്ഷേ SBI ഇതിനോടകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് കാലാവധി നീട്ടി നൽകണം എന്നൊരു ആവശ്യമാണ്. ജൂൺ മാസത്തിൽ 30 വരെ ഒരു സാവകാശമാണ് സ്വാഭാവികമായും SBI ഇപ്പോൾ തേടിയിരിക്കുന്നത്. ഏതായാലും അതൊരു രാഷ്ട്രീയ വിഷയമാക്കാൻ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജൂൺ 30 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ളൊരു തീയതിയാണ്. അപ്പോൾ അത് രാഷ്ട്രീയം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്ന വിമർശനമാണ് സ്വാഭാവികമായി ഉയരുക. ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും യാത്ര മധ്യപ്രദേശിൽ തുടരുകയാണ്. യാത്ര മധ്യപ്രദേശിലൂടെ തുടരുകയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ സജീവമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ തിരക്കിലാണ് പ്രധാനമന്ത്രി. അടുത്ത 10 ദിവസത്തിനിടെ 12 സംസ്ഥാനങ്ങളിൽ ആണ് നരേന്ദ്രമോദി സന്ദർശനം നടത്താൻ പോകുന്നത്. ഇതിനിടയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6800 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. റോഡ്, റെയിൽ, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പദ്ധതികളാണ് സംഗറെഡ്ഡിയിൽ ഏറ്റെടുത്തിട്ടുള്ളത്. തുടർന്ന് ഒഡീഷയിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 19,600 കോടി രൂപയുടെ പദ്ധതികൾ ആണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തറക്കല്ലിടിയിൽ ചടങ്ങും നടക്കും. ഉച്ചയോടെ ചന്ദിഖോലിയിൽ പ്രത്യേക വിമാനത്തിൽ ആണ് പ്രധാനമന്ത്രി എത്തുക. പിന്നീട് പാരദ്വീപിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മോണോ എത്തിലിൻ ഗ്ലൈക്കോൾ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. രദീപിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഹാൽദിയിലേക്കുള്ള 344 കിലോമീറ്റർ നീളമുള്ള ഉൽപ്പന്ന പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. പാരദ്വീപിൽ പ്രതിവർഷം 0.6 ദശലക്ഷം മെട്രിക് ടൺ LPG ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതിയുടെ ആരംഭവും കുറിക്കും. NH49ന്റെ ബിൻജാബഹാൽ മുതൽ തിലേബാനി വരെയുള്ള 4-വരിപ്പാതയും NH18ന്റെ ബാലസോർ ജാർപോഖാരിയ സെക്ഷനിലെ 4-വരിപ്പാതയും NH16ന്റെ
ടാങ്കി ഭുവനേശ്വർ സെക്ഷനിലെ 4-വരിപ്പാതയും നാടിന് സമർപ്പിക്കും. ഇത്തരത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ പദ്ധതികൾ ഒന്നും പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്ത സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച ഉദ്ഘാടനങ്ങളിൽ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത്. അതോടൊപ്പം NDAയിൽ എത്തിയതോടെ അജിത് പവാറിനെതിരായ കേസ് അവസാനിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. മഹാരാഷ്ട്ര സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പ് കേസിൽ ആണ് ഈ ക്ലീൻ ചിറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കേസ് അവസാനിപ്പിക്കാൻ അനുമതി തേടി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ആണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. 25,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ ആണ് അജിത് പവാറിനെതിരെ തെളിവുകൾ ഇല്ല എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷം ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നു എന്ന വിമർശനം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം നിൽക്കാത്തവർക്ക് എതിരെ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം നിന്നു കഴിഞ്ഞാൽ ആ അന്വേഷണങ്ങളെല്ലാം തന്നെ തേച്ചുമാച്ച് കളയും എന്ന വിമർശനം നിലനിൽക്കെയാണ് അജിത് പവാർ NCP പിളർത്തി NDAയുടെ ഭാഗമായത്. ഇപ്പോൾ NDAയുടെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗമായി ഉപമുഖ്യമന്ത്രി കസേരയിൽ തുടരുകയുമാണ്. കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളും നിരവധിയാണ്. അതിന് തൊട്ടു മുമ്പ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും 37 ഡിഗ്രി വരെ ചൂട് ഉയരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും എന്നാണ് മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു പേട്ടയിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. അതിൽ പ്രതി ഹസൻകുട്ടിയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. 20ഓളം കേസിൽ പ്രതിയാണ് പിടിയിലായ ഹസൻകുട്ടി. പോക്സോ കേസിൽ ഉൾപ്പെടെ ഈ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ പക്കൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തുവെങ്കിലും സിം കാർഡ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഉൾപ്പെടെ നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. നിരാഹാര സമരം 2ാം ദിനത്തിലേക്ക്. സംസ്ഥാനത്തെ കോൺഗ്രസ് ഹോസ്റ്റലുകളിൽ നടക്കുന്ന നിയമവിരുദ്ധ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണമെന്ന ആവശ്യം. നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന ആവശ്യം. V. മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് സത്യഗ്രഹം. സമരം നടത്തുന്നത് നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ. KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് ഇന്ന്. വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. നിശ്ചയിച്ച പരീക്ഷകൾ മുടക്കില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിൻവലിക്കുന്നതിലെ നിയന്ത്രണം ഇന്നും തുടരും. ഇന്ന് ശമ്പളം ലഭിക്കുന്നത് അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും. ഇന്നലെ ശമ്പളം നൽകിയത് പോലീസ്, എക്സൈസ്, റവന്യൂ, സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക്. രാത്രി വൈകിയും ഇതിൽ പലർക്കും ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് സർവീസ് സംഘടനകൾ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ചൂട് ഉയരും. ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യത. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ചൂടിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ്. പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി ഹസൻകുട്ടിയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചേക്കും. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തും തെളിവെടുക്കും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ. VD സതീശനും K. സുധാകരനും ഹൈക്കമാൻഡിനെ കാണും. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൈമാറും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് നീക്കം.
വെള്ളാപ്പള്ളിക്കും തുഷാറിനും മറുപടി പറയാനില്ലെന്ന് PC ജോർജ്. കേരളം ഒട്ടാകെ താൻ പ്രചരണത്തിന് പോകും. പാർട്ടി തീരുമാനിക്കുന്നത് പോലെ പത്തനംതിട്ടയിൽ പ്രചരണത്തിനുണ്ടാകും. നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞത് തുഷാറിനോടെന്നും PC ജോർജ്. തൃശൂർ നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയോടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം. സുരാജ് റൌണ്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ കേരളത്തിൽ വിവിധ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാക്കി കഴിഞ്ഞു. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകാത്തത്. ഹൈക്കമാൻഡ് നേതൃത്വവുമായുള്ള അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വേണ്ടി KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് ഡൽഹിയിലാണുള്ളത്. കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന നിലപാട് KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കും. പകരം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് കൈമാറുക. കൽപ്പറ്റ MLA T. സിദ്ദിഖിനാണ് പ്രഥമ പരിഗണന എന്നാണ് വിവരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന കേരള നേതൃത്വത്തിന്റെ നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിച്ചേക്കും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വേണ്ടിയാണ് KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് ഡൽഹിയിൽ എത്തുന്നത്. ഹൈക്കമാൻഡ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യമായ പ്രഖ്യാപനത്തിലേക്ക് ഇന്നോ നാളെയോ തന്നെ കടന്നേക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് K. സുധാകരൻ ഹൈക്കമാൻഡിനെ നേരിട്ട് തന്നെ അറിയിക്കും. പകരം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക അദ്ദേഹം ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കും. അതിൽ T. സിദ്ദിഖിനാണ് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലീഗിൻ്റെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ സിദ്ദിഖിന് കഴിഞ്ഞാൽ കൃത്യമായി അവിടെ വിജയം വരിക്കാൻ കഴിയും. മാത്രമല്ല ഈ സിദ്ദിഖ് പ്രതിനിധീകരിച്ചിരുന്ന കൽപ്പറ്റ മണ്ഡലം UDFിൻ്റെ ഉറച്ച കോട്ടയാണ്. അതുകൊണ്ട് അവിടെ കൃത്യമായി UDFിൻ്റെ സ്ഥാനാർത്ഥിയെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസവും K. സുധാകരൻ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം നിർണായകമാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിച്ചേക്കും എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യത കുറയുകയാണ്. എന്തായാലും ഹൈക്കമാൻഡ് ഈ വിഷയങ്ങളിലെടുക്കുന്ന തീരുമാനം നിർണായകമാകും. സിറ്റിംഗ് MPമാർ തന്നെ മത്സരരംഗത്തുണ്ടാകണമെന്ന മുൻ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ നിലനിൽക്കുന്നത്. CPM-ഉം BJP-യും പ്രചാരണ രംഗത്ത് സജീവമായി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷവും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ബുധനാഴ്ചക്കകത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആര് എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കേന്ദ്രത്തിനെതിരായ വികാരം മാത്രമല്ല, പൂക്കോട് റാഗിംഗ്, മരണം അടക്കമുള്ള സമകാലിക സംഭവവികാസങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥിയായ ET മുഹമ്മദ് ബഷീർ പറയുന്നത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ജന്മനാട്ടിലെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആദ്യമായാണ്. മലപ്പുറത്ത് ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയും ET പങ്കുവച്ചു. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാവിലെ ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ചെറിയ യോഗങ്ങൾ, വൈകുന്നേരം കൺവെൻഷനും പിന്നെ റോഡ് ഷോയും, അത്തരത്തിലാണ് ഈ ഷെഡ്യൂൾ ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ബഷീർ സാഹിബ്, എങ്ങനെയുണ്ട് പ്രചരണത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ? നല്ല ആവേശമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ നിമിഷം തൊട്ട് ഫീൽഡിലാണ്. ആളുകൾ വളരെ നന്നായിട്ട് പ്രതികരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ UDFിൻ്റെ ഒരു ഉരുക്ക് വോട്ടയാണിത്. പിന്നെ ഞാൻ ഈ നാട്ടുകാരനാണ്. എനിക്കും നാട്ടുകാർക്കെല്ലാം ഇവിടെ തന്നെ വോട്ട് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാകുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും നാടാടിയാണ്. അത് എൻ്റെ അരനൂറ്റാണ്ടിലധികമുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ സായുജ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നത്. എൻ്റെ ഈ ചുറ്റും നിൽക്കുന്നവരൊക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ട്, ഈ ഭാഗത്ത് ആളുകളൊക്കെ അറിയാം, UDFിൻ്റെ വളരെ മെച്ചപ്പെട്ട പ്രവർത്തകന്മാരാണ്. ഫീൽഡും വളരെ സജീവമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വോട്ടർമാരോട് പങ്കുവെക്കുന്നത്? നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മതേതര ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിന് അറുതി വരുത്തേണ്ടതിനാവശ്യം. അത് ചെറിയ വിജയം പോരാ, വലിയ വിജയം ചെയ്തുകൊണ്ട്
ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ള ആവേശമാണ് ആളുകളിലുള്ളത്. അത് തന്നെ ഉത്തേജിപ്പിക്കാനാണ് ഞങ്ങൾ കാര്യമായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയെ പറ്റിയൊക്കെയുള്ളത്, അതൊക്കെ അവർ പറയട്ടെ. ഏതായാലും നല്ലത് തന്നെ, എല്ലാ അന്തരീക്ഷവും വളരെ സജീവമാണ്. ഈ മറുവശത്ത് ഇടതുപക്ഷത്തിന്റെയും BJP-ന്റെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വസീഫാണ് CPM-ന്റെ, അതെ, സലാമാണ് UNBC ആണ്. എങ്ങനെയാണ് ഈ എതിർ സ്ഥാനാർത്ഥികളെ കാണുന്നത്? സ്ഥാനാർത്ഥികളെ പ്രശ്നമില്ലെന്നേ, ഇത് ഐഡിയോളജിയാണ്. UDF ഉയർത്തിപ്പിടിക്കുന്ന ചില സംഗതികളുണ്ട്, ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം. അപ്പോൾ ആ സമീപനത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം എന്നല്ലാതെ വ്യക്തി A ആവട്ടെ B ആവട്ടെ നമുക്ക് പ്രശ്നമുള്ള കാര്യം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിവിടെ മത്സരിക്കുന്ന നാട്ടുകാരനാണ് എന്നുള്ളൊരു സന്തോഷം അവർക്കുണ്ട്, അത് വേറെ കാര്യം. അല്ലെങ്കിൽ തന്നെ ഐഡിയോളജിയുടെ ഒരു ഫൈറ്റാണ്. നരേന്ദ്രമോദി വീണ്ടും തിരിച്ചു വരരുത് മാത്രമല്ല, ഇവിടെ നിന്നുണ്ടാകുന്ന വിധിയെടുത്ത് അത് വലിയ തോതിൽ അവർക്ക് ആഘാതമുണ്ടാക്കുന്ന വിധിയെടുത്താണ്. ആ ലക്ഷ്യമാണ്. അത് സിമ്പിളായിട്ടുള്ള സംഗതിയാണ്. സമീപകാലത്തുള്ള സംഭവങ്ങളൊക്കെ, ഇപ്പോൾ പൂക്കോട് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവം അടക്കമുള്ള അതെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു കരുതുന്നുണ്ടോ? എങ്ങനെ പ്രതിഫലിക്കാതിരിക്കുക? ഞാൻ ഈ തിരക്കിനിടെ അവിടെ പോയിരുന്നു. ഞാൻ വയനാട്ടിൽ പോയി. ഈ കുട്ടീനെ അവർ ആദ്യം ആക്രമിച്ച കുട്ടി പോയി ഒളിച്ച് പിന്നെയും വിളിച്ചുകൊണ്ടുവന്ന് ആ ഗ്രൗണ്ടിലിട്ട അവിടെയൊക്കെ പോയി. ഞാൻ നമ്മളെ MLA ഉണ്ട് അവിടെ. MLA വളരെ ആക്റ്റീവായിട്ട് അവിടെ തന്നെ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടുത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ആ കുട്ടീനെ കൊന്ന സംഗതി അത് വയനാട്ടിൽ മാത്രം, അതിൻ്റെ ഒരു സങ്കടം എല്ലാ നല്ല മനുഷ്യരിലും ഉണ്ട്. അതിൻ്റെ ഒരു ആഘാതം ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ആ കുട്ടിയെ കൊന്നത്. അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ കുട്ടി ഒരു സൈഡിൽ അങ്ങോട്ട് ഓടി, അവിടെ അതിൻ്റെ മുകളിലാണ് ആ കുട്ടി താമസിക്കുന്നത്. അവിടെ പോയി വീണ്ടും പിടിച്ചോണ്ട് വന്ന് നിലത്തിട്ടു. അവിടുന്ന് ക്രൂരമായി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൽ കേട്ടിട്ടില്ലാത്ത വിധത്തിലാണ് ആ കുട്ടിയെ കൊന്നത്. അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരുപാട് ദിവസങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഇള്ള ദിവസങ്ങളിലൊക്കെ പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ, ഡേറ്റ് വരെ പ്രഖ്യാപിക്കില്ല. ഇല്ലല്ല, ഏതായാലും ഫുൾ ടൈം വർക്ക് ചെയ്യണം. കാരണം എന്താ അറിയോ, നല്ല വലിയ മണ്ഡലമാണ്. എൻ്റെ നാടാന്ന് വിചാരിച്ച് സ്ലോ ആയിട്ട് പോകുന്നില്ല, വളരെ ഫാസ്റ്റാണ്. എന്നാലും ഉള്ള സമയം പരമാവധി ഒരു പ്രചരണത്തിന് ലഭിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരായ നിലപാടുകൾ മാത്രമല്ല, സമകാലീന രാഷ്ട്രീയത്തിലെ ഓരോ സംഭവവികാസങ്ങളും തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്നാണ് ET മുഹമ്മദ് ബഷീർ പറയുന്നത്. കൊണ്ടോടയിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. പൂക്കോട് വിഷയം അടക്കം ബാധിക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ പറയുമ്പോൾ ഈ വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളിക്കളയുകയാണ് എതിരാളിയായ V വസീഫ്. SFIയെ വളഞ്ഞിട്ട് കൂട്ടമായി ആക്രമിക്കാനുള്ള നീക്കം വിലപ്പോകില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളല്ല, കേന്ദ്രത്തിനെതിരായ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നാണ് വസീഫ് പറയുന്നത്. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി B വസീഫിന്റെ പര്യടനം തുടരുകയാണ്. രാവിലെ ചെറിയ കൂടിക്കാഴ്ചകളും മറ്റുമാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ റോഡ് ഷോ ആയിട്ടാണ് പര്യടനം പുരോഗമിക്കുന്നത്. നമ്മളൊപ്പം സ്ഥാനാർത്ഥി ചേരുന്നു. ഇപ്പോൾ പര്യടനം അതിൻ്റെ ആദ്യ ഘട്ടത്തിലാണല്ലോ, എങ്ങനെയുണ്ട് വിലയിരുത്തൽ? വലിയ ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. ഒരു വലിയ ജനപിന്തുണ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ കാണുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഈ ET മുഹമ്മദ് ബഷീർ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് ജന്മനാട്ടിൽ ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ട് മത്സരിക്കാനുള്ള അവസരം കിട്ടി, ഈ നാട്ടുകാരനായിട്ടുള്ള പരിചിതനായ ഒരു വ്യക്തിയാണ് എന്നാണ്. അങ്ങ് കോഴിക്കോട് നിന്ന് വരുന്നല്ലോ, എങ്ങനെ കാണുന്നു ഈ ഒരു വിലയിരുത്തലിനെ? ജന്മനാട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും, അപ്പോൾ കഴിഞ്ഞ തവണ എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഞാനും ഈ മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തു നിന്ന് തന്നെയാണ് വരുന്നത്. എതിർ സ്ഥാനാർത്ഥിയോട് വീടുമായി ഒരു ചെറിയ വ്യത്യാസം മാത്രമേ എൻ്റെ വീടുമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു എനിക്കൊരു പരിചയമില്ലാത്ത പ്രദേശമൊന്നുമല്ല. SFI കാലത്ത് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിരുന്നു. അത് മലപ്പുറം ഉൾപ്പെടുന്ന പ്രദേശത്തുള്ളതാണ്. SFI ഭാരവാഹിയും DYFI ഭാരവാഹിയും ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിലൊരു വേറെ പ്രയാസമൊന്നുമില്ല. പിന്നെ ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ എൻ്റെ നിലപാടെന്താണ് എന്നുള്ളതാ പ്രശ്നം. അതോടൊപ്പം ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഞാനുണ്ടോ ഇല്ലേ എന്നുള്ളതാ പ്രശ്നം. എൻ്റെ കഴിഞ്ഞകാല സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ ജനങ്ങളുടെ കൂടെ സത്യസന്ധമായി ആത്മാർത്ഥമായി 100% നിന്നോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. റൈറ്റ്. രാഷ്ട്രീയവും
മതേതരത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സമയമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നാണ് വസീഫ് പറയുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വലിയ ആത്മവിശ്വാസം ഉള്ളത് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ ആണ്. ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ് നരേന്ദ്രമോദിയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. NDA 400-ലധികം സീറ്റുകൾ നേടും എന്നും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. വലിയ സ്വീകരണമായിരുന്നു പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരന് നൽകിയത്. തിരുവനന്തപുരം മണ്ഡലം പിടിക്കാൻ BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകൾക്ക് സംശയങ്ങൾക്കൊക്കെ മറുപടിയായിരിക്കുന്നു. ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ BJP ഇത്തവണയും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറക്കിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ, എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? അല്ല, ഞാൻ കാണുന്നത് ഈ ഇപ്പോൾ പോയ 10 കൊല്ലം 2014 to 2014 24 ഇന്ത്യയിൽ വളരെ ഡീപ്പായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ 2014 5th മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമി ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആകുമ്പോൾ ഇന്ന് നമ്മൾ 5th ലാർജസ്റ്റ് ഇക്കോണമി ആയിരിക്കുന്നു. ഇനി അടുത്ത 3 കൊല്ലത്തിൽ നമ്മൾ 3ാം നമ്പറിന്റെ ഇക്കോണമി ആവും. ജപ്പാനും ജർമ്മനിനെ ക്രോസ് ആയിട്ട് ഈ 10 കൊല്ലത്തിൽ വന്ന ചേഞ്ച്, ഈ 10 കൊല്ലത്തിൽ വന്ന എക്കണോമിക് എക്സ്പാൻഷൻ, അതിലെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മുടെ തിരുവനന്തപുരത്തും കേരളയിലും അത് എത്തിയിട്ടില്ല. അതിന്റെ കാരണം ഇവിടെ ഒരു കോൺഗ്രസും ലെഫ്റ്റിന്റെ ഒരു പാർട്ട്ണർഷിപ്പിന്റെ കാരണം ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റും വരുന്നില്ല, ഒരു ഫാക്ടറിയും വരുന്നില്ല, സ്റ്റാർട്ടപ്സും ഉണ്ടാവുന്നില്ല, ടെക്നോളജി വന്നില്ല. ഈ വരുന്ന കൊല്ലത്തിലും വരുന്ന കാലത്തിൽ ടെക്നോളജി മേഖലയിൽ ഭയങ്കര വളരെ ജാസ്തി ഇൻവെസ്റ്റ്മെൻറ്റും ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കാലമാണ്. അതിന് അൺഫോർച്ചുനേറ്റ്ലി തിരുവനന്തപുരം ഒരു കാലത്ത് IT മേഖലയിലെ ഒരു പയനിയറിങ് ഒരു സിറ്റിയായിരുന്നു. ഇന്ന് ഒരു 10, 12, 15, 20ാം നമ്പറിലും കൂടി തിരുവനന്തപുരം കാണുന്നില്ല. അതിനെല്ലാം മാറ്റാൻ ഈ വരുന്ന വികസിത് ഭാരതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് തിരുവനന്തപുരത്തും കൊണ്ടുവരാൻ നമ്മുടെ കേരള നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തും ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇവിടുത്തെ കുട്ടികൾക്കും സ്കില്ലും കോളേജസും ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നാണ് എൻ്റെ ഒപ്പീനിയനിൽ ഞങ്ങളുടെ പോയിന്റ്. ഈ 10 കൊല്ലം മുമ്പേ കോൺഗ്രസും ലെഫ്റ്റും നമ്മുടെ എക്കോണമീനെ തകർത്ത്, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റീനെ തകർത്ത്, നമ്മുടെ യൂത്തിന് എന്താ വെച്ച് പോയത്, മോദിജി എന്താണോ അതിൻ്റെ മാറ്റം കൊണ്ടുവന്നത്, അതാണ് ഞങ്ങൾ വികസനത്തിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. റൈറ്റ്. IT മന്ത്രി കൂടിയായിരുന്നത് കൊണ്ട് കൂടുതൽ സാങ്കേതിക മികവ് രാജ്യത്തുണ്ടാകണം, അതിൻ്റെ പ്രതിഫലനം കേരളത്തിലും ഉണ്ടാകണം. അതാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ വളരെ നേരത്തെ തന്നെ ചർച്ചയായ മണ്ഡലം തൃശ്ശൂർ ആയിരുന്നു. അത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയാണ്. ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ലൂർദ് മാതാവിന് നൽകിയ സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട് പോലും ഇപ്പോൾ വാർത്തകൾ നിറയുകയാണ്. അതിൽ സ്വർണം എത്ര ശതമാനം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയാണ് ചർച്ച. സുരേഷ് ഗോപി ഈ റോഡ് ഷോയും മറ്റുമൊക്കെ തുടരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി പ്രത്യക്ഷമായ അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും മറുപടി നൽകേണ്ട സാഹചര്യമാണുള്ളത്. വലിയ പ്രചാരണ പരിപാടികളിലേക്ക് സുരേഷ് ഗോപിയും കടന്നു കഴിഞ്ഞു. തൃശ്ശൂരിനെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം അത് എടുത്തു പറയേണ്ടതാണ്. വൈകിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയം മുതൽ പ്രവർത്തകർ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നു. വലിയ രീതിയിൽ തന്നെ പ്രവർത്തകർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അത് തൃശ്ശൂർ നഗരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല വിപുലപ്പെടുത്തിയിരുന്നു. അതെല്ലാം തന്നെ പ്രവർത്തകർ ഏറ്റു പറയുന്നു. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അത് ഗുണം ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് BJP പ്രവർത്തകരടക്കമുള്ളത്. സുരേഷ് ഗോപിയുടെ ഒരു
താരമൂല്യം ഇതെല്ലാം തന്നെയും ഇതിന് ഗുണം ചെയ്യുമെന്ന് അവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. എന്തായാലും തൃശ്ശൂരിൽ സംസ്ഥാനം തന്നെയും അതല്ലെങ്കിൽ രാജ്യം തന്നെയും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്കുള്ളൊരു ത്രികോണ മത്സരത്തിനാണ് തൃശ്ശൂരിൽ കളമൊരുങ്ങുന്നത്. കാരണം ദേശീയ നേതാക്കളടക്കം പ്രധാനമന്ത്രി അടക്കം അമിത്ഷാ അടക്കം തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കൂടുതൽ ശ്രദ്ധ മണ്ഡലത്തിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കേന്ദ്രീകരിക്കുന്നതിനെല്ലാം തന്നെ സഹായകരമായിരുന്നു. വലിയ ആത്മവിശ്വാസമാണ്, തുടക്കമാണ്. ഇത് ജയിച്ചു വന്ന് ഒരു വിജയാഹ്ലാദ പ്രകടനം നടത്തുമ്പോഴും ഇത് എത്രയോ മടങ്ങായി ആഹ്ലാദവും ആവേശവും വർദ്ധിക്കണം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. പ്രവർത്തകർ മാത്രമല്ല, നിങ്ങൾ ചുറ്റും നോക്കൂ, ആരെയും കൊണ്ടുവന്നതല്ല, അവർ വന്നതാണ്. 5 വർഷത്തെ തിരുത്തലുണ്ട്. ആ തിരുത്തൽ നടക്കുമെന്ന് പറയുന്നതാണ് ആത്മവിശ്വാസം. അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാ. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ ആരെങ്കിലും അറിയിച്ചുകൊണ്ട് ചെയ്തതാണോ? ആരാ ഇത് അറിയിച്ചത്? ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തിട്ട് തരി പറക്കുന്നതാരാ? വിശ്വാസികളല്ല. വിശ്വാസികൾ ചെയ്യുന്നത് പോലെ ഞാനും എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ? ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എവർക്കൊക്കെ എവിടുന്നാ വരുന്നതെന്ന് അന്വേഷിച്ചോണം. ശക്തിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടത് മുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനമാകുമെന്ന് കരുതുന്ന TN പ്രതാപൻ, ഇവരെല്ലാം തന്നെ മത്സരരംഗത്ത് നിറയുന്നതോടെ ശക്തിയേറിയ ത്രികോണ മത്സരത്തിനാണ് തൃശ്ശൂരിൽ കളമൊരുങ്ങുന്നത്. അതിന് റോഡ് ഷോയോടുകൂടിയ ഒരു കടന്നുവരവോടുകൂടി ഇപ്പോൾ സുരേഷ് ഗോപി തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. തുടർ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18. റൈറ്റ്. എന്തായാലും ജാതിയും മതവും ഒന്നും രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തരുത് എന്നാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയാറുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിച്ചാൽ, അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി ജാതിയും മതവും ഒക്കെ രാഷ്ട്രീയത്തിൽ കടന്നുകൂടുന്നുണ്ട് എന്നത് വ്യക്തമാണ്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. തനിക്കെതിരെ ബോധപൂർവമായ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് സുരേഷ് ഗോപി. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും സുരേഷ് ഗോപി News 18നോട്. തിരുവനന്തപുരത്തെ